തൃക്കാക്കരയിലെ മലിനജല പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചത് പ്രദേശവാസികൾക്ക് കൂടുതൽ ദുരിതം സമ്മാനിക്കുന്നു. KMRL വേസ്റ്റ് ഇട്ട് മൂടിയ കലുങ്ക് തുറക്കാനുള്ള ശ്രമത്തിനിടെ കക്കൂസ് മാലിന്യമടക്കം ജനവാസ മേഖലയിലേക്ക് കുതിച്ചൊഴുകി സ്ഥലത്ത് അസഹനീയമായ ദുർഗന്ധമാണെന്നാണ് നാട്ടുകാരുടെ പരാതി. ഫ്ളാറ്റുകളിലേക്കും മലിനജലം ഒഴുകി പടരുകയാണ്. ഇത് വെള്ളമല്ല, ഇത് മഡാണ്. ഈ KMRL അവിടെ കുഴിക്കുമ്പോൾ അത് മഡും വെച്ചിട്ടാണ് കുഴിക്കുന്നത്. ആ മഡാണ് ഇവിടെ കൊണ്ടുപോയിട്ട് ഡംപ് ചെയ്തിരിക്കുന്നത്. ഇത് ഒരിക്കലും ഉണങ്ങില്ല. ഞങ്ങളുടെ റോഡ് മുഴുക്കെ വെള്ളത്തിലായിട്ടുണ്ടാവും. ഇപ്പോൾ ഇവർ വന്ന് അത് ക്ലീൻ ചെയ്ത് തരണം. ഈ അടുത്ത മുനിസിപ്പാലിറ്റിക്കാരൊക്കെ ക്ലീൻ ചെയ്താണ്. വിവരങ്ങളുമായി അനിൽ ജോർജ് ചേരുകയാണ്. അനിൽ ജോർജ്, ഇത് ഈ KMRLുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ചയിലുണ്ട്. ഇതിപ്പോൾ വേസ്റ്റ് ഇട്ട് മൂടിയ കലുങ്ക് തുറക്കാനുള്ള ശ്രമത്തിനിടെയാണ് ഇത്തരത്തിലൊരു കക്കൂസ് മാലിന്യമടക്കം വരുന്നൊരു സ്ഥിതിയിലേക്ക് എത്തുന്നത്. ലെനിഷ, ഇവിടെ ഈ മലിനജലം കെട്ടിക്കിടക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നേരത്തെ തൊട്ടേ ഉണ്ട്. കാരണം ചെറിയ മഴ പെയ്താൽ പോലും വെള്ളം ഒഴുകി പോകാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത്. കാരണം ഒരു 6 ഏക്കർ സ്ഥലം മുഴുവൻ ഇത്തരത്തിൽ കോൺക്രീറ്റ് മാലിന്യങ്ങൾ കൊണ്ടും ഒപ്പം തന്നെ ചെളി അതുപോലെയുള്ള കാര്യങ്ങൾ കൊണ്ടും നിറച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കൊച്ചി മെട്രോയുടെ 2ാം ഘട്ട നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങൾ മുഴുവനാണ് ഇത്തരത്തിൽ ആളുകൾക്ക് വലിയ ദുരിതം സമ്മാനിക്കുകയും ചെയ്യുന്നത്. തൃക്കാക്കര സഹകരണ ആശുപത്രിക്ക് സമീപത്ത് ഇത്തരത്തിൽ വലിയ തോതിൽ മാലിന്യം കൊണ്ടിടുമ്പോൾ തന്നെ നാട്ടുകാർ ഇത് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതിന് KMRL തയ്യാറായില്ല. ഇത് ഇപ്പോൾ സ്ഥിതി വളരെ ഗുരുതരമാക്കിയിരിക്കുന്നു. 2 ദിവസം കനത്ത മഴ പെയ്തതോടെ കനത്ത വെള്ളക്കെട്ട് ഇവിടെ ഉണ്ടായി. ആശുപത്രിക്ക് ചുറ്റും മലിനജലം ഒഴുകിപ്പടരുന്ന സാഹചര്യം ആണുള്ളത്. കറുത്ത നിറത്തിലുള്ള ജലമായിരുന്നു ഇവിടെ കെട്ടിക്കിടന്നത്. അസഹനീയമായ ദുർഗന്ധവും ഉണ്ടായിരുന്നു. ന്യൂസ് മലയാളം ഈ വാർത്ത ഇന്ന് ഉച്ചയ്ക്ക് നൽകിയതിനെ തുടർന്ന് വളരെ പെട്ടെന്ന് ഈ ജലം ഒഴുക്കിക്കളയാനുള്ള ശ്രമങ്ങളായിരുന്നു KMRLന്റെ ഭാഗത്തു നിന്നുണ്ടായത്. 2 തൊഴിലാളികളെ പമ്പ് സെറ്റുമായി അങ്ങോട്ടേക്ക് അയച്ചു. അവർ ആ ജലം സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് ഒഴുക്കിവിടാനുള്ള ശ്രമം നടത്തി. സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് പമ്പ് ചെയ്തു തുടങ്ങിയതോടെ അസഹനീയമായ ദുർഗന്ധം അനുഭവപ്പെട്ട നാട്ടുകാർ തടയുകയും പോലീസിനെ അറിയിക്കുകയും ചെയ്തു. പോലീസ് എത്തി ഈ 2 തൊഴിലാളികളെ കസ്റ്റഡിയിലെടുത്തു. പമ്പ് സെറ്റ് അടക്കമുള്ളവ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യമുണ്ടായി. ഇതിനെ തുടർന്ന് KMRLന്റെ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അവരുടെ കോൺട്രാക്ടറുടെ ജീവനക്കാരെ ഉപയോഗിച്ച് ഈ കലുങ്കടക്കം തുറന്നുകൊണ്ട് ഈ ജലം ഒഴുക്കിവിടാനുള്ള സൗകര്യമുണ്ടാക്കാം എന്ന് പറഞ്ഞു. തുടർന്ന് കലുങ്ക് തുറക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. ഒരുപാട് മണ്ണ് അതുപോലെ കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾ അവിടെ നിന്ന് മാറ്റേണ്ടതുണ്ടായിരുന്നു. യന്ത്രസഹായത്തോടെ ഇതെല്ലാം മാറ്റുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ കലുങ്കിന്റെ ആ ഭാഗം പെട്ടെന്ന് ഇടിഞ്ഞു പോവുകയും അവിടെ നിന്ന് മലിനജലം കുതിച്ചൊഴുകുകയും ചെയ്തു. കക്കൂസ് മാലിന്യം അടക്കമുള്ളവ സമീപത്തെ ഫ്ളാറ്റിലേക്ക് കുതിച്ച് ഒഴുകി കയറി. പ്രായമായ ആളുകൾ മാത്രം താമസിക്കുന്ന ഒരു ഫ്ളാറ്റ് സമുച്ചയം അടക്കം ഈ മാലിന്യം കൊണ്ട് മൂടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിനെ തുടർന്ന് നാട്ടുകാർ വീണ്ടും KMRLന്റെ അനാസ്ഥ മൂലം തൃക്കാക്കരയിൽ വലിയ പ്രതിസന്ധിയാണ് നിലവിൽ വന്നിട്ടുള്ളത്. അനിൽ ജോർജാണ് വിവരങ്ങൾ നൽകിയത്.